തുടങ്ങിയിട്ടില്ല. ഗവർണറും പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ശരി, സംഭവവുമായി ബന്ധപ്പെട്ട BJP നേതാവ് VV രാജേഷിന്റെ പ്രതികരണം വരുന്നുണ്ട്. പ്രതികരണത്തിലേക്ക്. ഈ പരിപാടി ഹാൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ശ്രീ പത്മനാഭ സേവാ സമിതിയാണ്. അപ്പോൾ അവരതിൻ്റെ വാടക കൊടുത്തിട്ടുണ്ട്. അവർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ആ സംഘടനയാണ് തീരുമാനിക്കേണ്ടത് ഏതൊക്കെ ചിത്രം വയ്ക്കണം, ആരൊക്കെ സംസാരിക്കണമെന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടു നടപ്പതല്ലേ, അതനുസരിച്ചിട്ട് അവർ തീരുമാനിക്കും, ആ ചിത്രങ്ങൾ വയ്ക്കും, പരിപാടി ഭംഗിയായിട്ട് നടക്കും. DYFI AK സെന്ററിലോ SFIയുടെ ഓഫീസിലോ DYFIയുടെ ഓഫീസിലോ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് DYFI തീരുമാനിച്ചാൽ മതി. യഥാർത്ഥത്തിൽ ഈ DYFIക്കാർക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഗവർണർ അടിയന്തരാവസ്ഥ സമയത്തുൾപ്പെടെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ DYFIക്കാർ ഉൾപ്പെടെ ഇതിന്റെ പുറകിൽ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് കേട്ട് അവർ പൊതുപ്രവർത്തനം നടപ്പിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയൊരു അടിയന്തരാവസ്ഥയോടെ താങ്ങാനുള്ള ശേഷി ഇന്ത്യക്ക് ഇല്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് SFIയും DYFIയും അവരുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ അവർ ഉയർത്തുന്നത്. ഭാരതാംബയുടെ ചിത്രം സംഘാടകർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്രത്തോടെ ആയിരിക്കും പരിപാടി ഭംഗിയായിട്ട് നടക്കും. സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, നിലവിൽ